സി കെ ഷാക്കീർ കൂടിയുണ്ട്, മുസ്ലിം ലീഗ് നേതാവ്. ഷാക്കീർ, ഇപ്പോൾ സമസ്ത മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ലീഗിൻ്റെ നിലപാട് വളരെ പ്രധാനമാണല്ലോ. ഒപ്പം ഇത് സാമുദായികമായ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നുള്ള BJPയുടെ വാദം കൂടിയുണ്ട്. ഇത് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത് മതസംഘടനകളല്ല, ഭരണപരമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്ന അഭിപ്രായവും രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിലപാട്? സമസ്ത മാത്രമല്ലല്ലോ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനാധിപത്യ രാജ്യത്ത് സർക്കാരുകളോട് സ്വാഭാവികമായും ജനങ്ങൾക്കും സംഘടനകൾക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ തീരുമാനങ്ങളിലേക്കോ പോയതായി അറിവില്ല. ഞാൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹി നിലക്ക് പറയുകയാണ്. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ നടത്തിയ ജാഥയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അതിലും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തതാണ്. അദ്ദേഹമായിരുന്നു അതിന്റെ ഉദ്ഘാടകൻ. ആ ജാഥയിലും അതിന്റെ നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ ഈ കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്ത് എല്ലാ സംഘടനകളും നടന്നിട്ട് കൂടിയിട്ടുള്ള ഒരു പരിപാടി ഇതേപോലെ AP സുന്നികൾ സംഘടിപ്പിച്ചിരുന്നു. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ BJPയുടെ ഒരു പ്രതിനിധി പറഞ്ഞതും സജീവൻ പറഞ്ഞതും ഞാൻ കേട്ടു. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നോക്കാതെ ഏതാവശ്യങ്ങളെയും സാമുദായിക കണ്ണോടുകൂടി അതുപോലെ തന്നെ വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 2021 മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ ചിറക് പരിപാടിയിൽ വെച്ചിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കണമെന്നാണ് ആ പ്രമേയത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം. പലരും ഇതുപോലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഒരു ബോധ്യം എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ എടുത്താൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഇപ്പോ പുതിയ കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഈ 3.5 കോടി ജനങ്ങളിൽ അതിന് സമാനമായ ഈ 8 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. നേരത്തെ സംസാരിച്ച BJPയുടെ സുഹൃത്തും അതുപോലെ തന്നെ സജീവനും മറ്റ് നമ്മൾ ഈ ചർച്ച വിവാദമാക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടചിന്താഗതിക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡാറ്റ ഞാനിവിടെ പറയുകയാണ്. ഈ ചർച്ച അങ്ങനെ ഒരു ഉപകാരപ്പെടട്ടെ. ഒറീസയിൽ 4.5 കോടി ജനങ്ങളുണ്ട്, 30 ജില്ലകളാണ് അവിടെയുള്ളത്. തെലങ്കാനയിൽ 3.5 കോടി ജനങ്ങളുണ്ട്, 30 ജില്ലയുണ്ട്. ജാർഖണ്ഡിൽ 4 കോടി ജനങ്ങളുണ്ട്, 24 ജില്ലയുണ്ട്. ആസാമിൽ 3.5 കോടി ജനങ്ങളാണ്, 35 ജില്ലയുണ്ട്. നോക്കണം നിങ്ങൾ, കേരളത്തെ പോലെ ജനങ്ങളുള്ള ആസാമിൽ 35 ജില്ലകളുണ്ട്, ഇവിടെ 14 ഉള്ളൂ. പഞ്ചാബിൽ 3 കോടി ജനങ്ങളുണ്ട്, 23 ജില്ലയുണ്ട്. ഛത്തീസ്ഗഡിൽ 3 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ 33 ജില്ലകളുണ്ട്. ഹരിയാനയിൽ 3 കോടി ജനങ്ങളാണുള്ളത്, നമ്മുടെ കേരളത്തെക്കാൾ കുറവാണ്, അവിടെ 22 ജില്ലയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, ഈ 8 സംസ്ഥാനങ്ങളിലും ഭൂരിഭാഗം BJP ഭരിക്കുന്നവയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ 1949 തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 57 മലബാർ ജില്ല വിഭജിച്ച് കണ്ണൂരും കോഴിക്കോടും പാലക്കാടും വരുന്നത്. അതേ വർഷം തന്നെ ആലപ്പുഴ ജില്ലയും വരുന്നുണ്ട്. തൊട്ടടുത്ത വർഷം 58 എറണാകുളം ജില്ല വരുന്നു. 69 11 വർഷം കഴിഞ്ഞ് മലപ്പുറം ജില്ല വരുന്നു. 72 3 വർഷം കഴിഞ്ഞ് ഇടുക്കി ജില്ല വരുന്നു. 8 വർഷം കഴിഞ്ഞ് 80 പാലക്കാട് ജില്ല വരുന്നു. 2 വർഷം കഴിഞ്ഞ് 82 പത്തനംതിട്ട ജില്ല വരുന്നു. അതിന് തൊട്ടടുത്ത 2 വർഷം കൂടി കഴിഞ്ഞ് കാസർഗോഡ് ജില്ല വരുന്നു. 84 ശേഷം 41 വർഷം കഴിഞ്ഞിട്ട് കേരളക്കരയിൽ പുതിയ ഒരു ജില്ല രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മനസ്സിലാക്കേണ്ട സംഗതി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 40 കൊല്ലത്തിനിടക്ക് ജനസംഖ്യ ആനുപാതികമായി ഭൂവിസ്തൃതിയൊക്കെ ബന്ധപ്പെട്ട് ജില്ലകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് അത്തരത്തിലൊരു വാദമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ അഭിപ്രായ രൂപീകരണം നടത്തിയത്. സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സാഹചര്യത്തിൽ മുന്നണികൾക്കിടയിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം വീണ്ടും ഉയരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.